ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ചാലിയം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചാലിയം ബേപ്പൂരിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അതായത് കോഴിക്കോട് ജില്ലയിലെ രണ്ട് സ്ഥലങ്ങളാണ് ചാലിയവും ബേപ്പൂരും. ബേപ്പൂർ തുറമുഖത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള സ്ഥലമാണ് ഈ ചാലിയം എന്ന് പറയുന്നത്. ബേപ്പൂരും ഒരു പുലിമുട്ടുണ്ട് കടലിലേക്ക് നീണ്ടു നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചാലിയത്തും ഉണ്ട്. അതിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സൈഡിലുള്ള ഈ ഒരു ഗ്രില്ലൊക്കെ ഇപ്പോൾ ഇവിടുത്തെ ഒരു ബേപ്പൂർ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം വാട്ടർ ഫെസ്റ്റ് കാണാനും ഒക്കെ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഈ സമയത്ത് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല, ജസ്റ്റ് ഞങ്ങൾ വന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ഷോപ്പുകളൊക്കെ നമുക്കിവിടെ കാണാം. ഈ ഗ്രില്ലൊക്കെ താൽക്കാലികമാണ്, ഇതൊക്കെ ഇവിടെ നിന്ന് പോകും. പിന്നെ അപ്പുറത്തെ സൈഡിലാണ് കുറച്ച് വലിയ ഫെസ്റ്റ് നടക്കുന്നത്. പക്ഷേ ഈ ഭാഗത്തും ഒരു സ്റ്റേജ് ഉണ്ട്. കൂടാതെ കുറേ സ്റ്റാളുകൾ മീൻസ് കുറേ ചന്തകൾ മീൻസ് ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്തെ ഭാഗത്ത് നിങ്ങൾക്ക് പട്ടങ്ങളൊക്കെ കാണാം. അവിടെ കൈറ്റ് ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ രണ്ട് ഭാഗത്തിന് ഇടയിലായിട്ട് കാണുന്ന ഇതാണ് ചാലിയാർ പുഴ വന്ന് അവസാനിക്കുന്ന ഭാഗം. അപ്പം ചാലിയാർ പുഴ കടലിലേക്ക് എത്തുന്നതാണ് ഇവിടെ. അപ്പുറത്തെ ഭാഗത്ത് കുറേ കൈറ്റ്സ് കാണാം. പട്ടങ്ങൾ പല ആകൃതിയിലുള്ളത്, പല മോഡൽ കൈറ്റ്സ് ഉണ്ട്. അതിനടുത്ത് ഒരു സ്റ്റേജും കാണാം. അവിടെ വലിയ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തുണ്ട് കേട്ടോ. നമ്മളതിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ കാണുന്ന കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ അവിടെ നടക്കുന്നത് ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റാണ്. ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് എല്ലാ പ്രാവശ്യവും നടക്കുന്നുണ്ട്. ഇപ്പോൾ അത് സീസൺ 3 ആണ് കേട്ടോ. 3ാമത്തെ തവണയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ 2 തവണ, അതായത് ഇപ്പോഴും കഴിഞ്ഞ തവണയൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് നടത്തിയത്. അപ്പോൾ അതിൽ ഓരോ തവണയും പുതിയ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണയും ചാലിയം ഭാഗത്തിനെയും കൂടെ ഒരു വേദിയൊക്കെ കൊടുത്ത് സെറ്റാക്കിയിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് പകലാണ്. പകലെന്ന് വെച്ചാൽ ഒരു 3 മണി സമയത്താണ്. അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്. പക്ഷേ തീരെ ഇവിടെ കടലിൻ്റെ അടുത്തായതുകൊണ്ട് അത്ര അത് ഫീൽ ചെയ്യുന്നില്ല. എന്നാലും
വെയിലൊക്കെയുള്ള സമയമാണ്, അതുകൊണ്ട് അധികം ആൾക്കാർ ഇവിടേക്ക് എത്തിയിട്ടില്ല. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ഇവിടുത്തെ സ്റ്റേജിലും പ്രോഗ്രാംസൊക്കെ ഉണ്ട്, നല്ല ഗാനമേളകളും മറ്റുമൊക്കെ ഉണ്ട്. അതൊക്കെ പ്രശസ്തരൊക്കെ തന്നെയാണ്, സിനിമ പാട്ടുകാരൊക്കെ തന്നെയാണ് വരുന്നത്, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ. അപ്പം ഇതുപോലെ ഇത് രണ്ടും കൂടാതെ ഒരു സ്റ്റേജ് കൂടെ ഉണ്ട്. അത് ഇവിടെ തൊട്ടടുത്തുള്ള നല്ലൂർ എന്നുള്ള സ്ഥലത്ത് നല്ലൂർ മിനി സ്റ്റേഡിയം ഉണ്ട്, അവിടെ ഒരു സ്റ്റേജ് ഉണ്ട്. അവിടെയും ഇതുപോലത്തെ ചെറിയ കൾച്ചറൽ പ്രോഗ്രാംസിനും സ്റ്റാളുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ 3 സ്റ്റേജിലായിട്ടാണ് ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളതിൽ ഈ ഒരു സമയത്ത് അധികം ആളുകളൊന്നുമില്ല. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പോൾ തൽക്കാലം തിരക്കൊന്നുമില്ല. ഇപ്പം നമുക്ക് എന്നാലും ആൾക്കാരൊക്കെ സ്പീഡ് ബോട്ടിലും അതുപോലെ തന്നെ മറ്റ് ബോട്ട് യാത്രകളൊക്കെ നടത്തുന്നത് നമുക്കിവിടെ കാണാം. പിന്നെ അപ്പുറത്തെ സൈഡിൽ കുറച്ചുകൂടെ തിരക്ക് കൂടുതലായിരിക്കും, കാരണം കോഴിക്കോട് ടൗണിനോട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്നത് ബേപ്പൂർ ഭാഗമാണ്. പിന്നെ ബേപ്പൂർ പുലിമുട്ട് ഏകദേശം നല്ല നീളത്തിൽ തന്നെ കടലിലേക്കുണ്ട്. എന്നാൽ നീളം കൊണ്ട് കുറച്ചുകൂടെ അധികമുള്ളത് ഈ ചാലിയം ഭാഗമാണ്, കുറച്ചുകൂടെ ഉള്ളോട്ടുള്ളത്, കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്നത്. പക്ഷേ ബേപ്പൂർ സൈഡ് വളരെ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഭാഗം ചാലിയം എന്നുള്ള ഭാഗം അധികം അത്രയും ടൂറിസ്റ്റ് മേഖല ശ്രദ്ധിക്കാതിരുന്നൊരു ഭാഗമാണ്. പക്ഷേ ഇപ്പോൾ സന്തോഷത്തോടെ തന്നെ പറയാം, ഈ ഭാഗത്ത് ബീച്ച് നവീകരണം നടക്കുന്നുണ്ട്. ആൾക്കാർക്ക് വന്നിരിക്കാനും മറ്റെല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അവിടെ ഈ സൈഡും വളരെ നല്ല രീതിയിലേക്ക് മാറ്റാൻ പോവുകയാണ്. അതിൻ്റെ പണികളൊക്കെ ഏകദേശം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത് ഞാനൊരു ദിവസം വീഡിയോ ആയിട്ട് കാണിക്കാം. ഇന്നിപ്പോൾ അത് കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും കുറച്ച് കഴിയുമ്പോഴേക്കും, അതായത് 1-2 വർഷത്തിനുള്ളിൽ തന്നെ കാലിക്കറ്റിലെ ബീച്ചിനോട് സമാനമായ രീതിയിലായിരിക്കും ഇവിടുത്തെ ബീച്ച് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ. ഓക്കെ, അപ്പുറത്തെ സൈഡിൽ കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചില ഷോകളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, അവിടെയൊക്കെ തന്നെ ആളുകളാണ് വരിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൂടാതെ തന്നെ അവിടെ കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിലേക്ക് കുറച്ചുകൂടെ ബോട്ടിംഗ് ഒക്കെ ആണുള്ളത്. അപ്പോൾ അതിൽ സ്പീഡ് ബോട്ടുണ്ട്, അല്ലാത്ത ബോട്ടുണ്ട് ഒക്കെ ആണ് നടക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് പകലായതുകൊണ്ട് കുറേ പ്രോഗ്രാംസൊക്കെ ഇപ്പോൾ കുറവാണ്. പക്ഷേ രാത്രിയിൽ കുറേ ലൈറ്റൊക്കെ വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം ഈ വാട്ടർ ഫെസ്റ്റിൻ്റെത് നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇപ്പോൾ ഇത് കുറേ കാലമായിട്ട് നാട്ടിലൊന്നും ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ വളരെ സന്തോഷമായിരിക്കും, പ്രത്യേകിച്ചും പ്രവാസികൾക്കൊക്കെ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചെറിയ ചെറിയ പുരോഗതികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സന്തോഷമുള്ള കാര്യം തന്നെയാണല്ലോ അല്ലേ. ഓരോ വർഷവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പം ചാലിയം വളരെ പ്രശസ്തമായ സ്ഥലമാണെങ്കിലും അവിടെ കുറേ കാലമായിട്ട് ഈ പറഞ്ഞ ഒരു ബീച്ച് ഉണ്ടെന്നല്ലാതെ അതൊരു സാധാരണ ലോക്കലായിട്ടുള്ള ആൾക്കാർ വന്ന് സമയം സ്പെൻഡ് ചെയ്ത് പോകുന്നൊരു സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇനി മാറാൻ പോവാണ്, കാരണം അത്രയും ഭംഗിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബേപ്പൂരും ചാലിയത്തും ഇതുപോലെ കടലിലേക്ക് നീണ്ട് പുലിമുട്ടുണ്ടെങ്കിലും ഈ ചാലിയത്തുള്ളതാണ് കുറച്ചുകൂടെ കടലിലേക്ക് ഉള്ളത്, ദൂരം കൂടുതലുള്ളതെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അതാ ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് ലൈറ്റ് ഹൗസ് കാണാം. ലൈറ്റ് ഹൗസിലൊക്കെ സന്ദർശകർക്ക് കയറാൻ പറ്റും എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്, പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. കപ്പലുകൾക്ക് ഈ തുറമുഖത്തേക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ഈ പുലിമുട്ട് ഉണ്ടാക്കുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. മണ്ണ്, അതായത് ഈ ഭാഗത്തുള്ള ഈ ചാലിയാർ വരുന്ന ഈ പുഴയുടെ അടിത്തട്ടിലുള്ള കുറേ മണ്ണുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നീക്കി ഉണ്ടാക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തീരത്തേക്കുള്ള തിരയുടെ ഫോഴ്സ് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സത്യാവസ്ഥ എന്ന് നമുക്കറിയില്ല. കൂടുതൽ കാര്യങ്ങളെ പറ്റി അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ ഇതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പകൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇതാണ് അവസ്ഥ. അപ്പോൾ ഡിസംബർ 29 വരെ മാത്രമേ ഇതുള്ളൂ. ഇത് കൂടാതെ ധാരാളം സെയിലിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ ബേപ്പൂർ ഭാഗത്ത് ഈ ഒരു വാട്ടർ ഫെസ്റ്റിന് പോയിട്ടുള്ളവർക്ക് അതൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്നത് ഇത്രയൊക്കെയാണ്. പിന്നെ ബേപ്പൂർ ഭാഗത്ത് ഇപ്പോൾ തന്നെ നല്ല തിരക്കാണ്. വൈകുന്നേരം രാത്രി ആകുമ്പോഴേക്കും നല്ല തിരക്കായിരിക്കും, കാരണം സ്റ്റേജിലൊക്കെ നല്ല നല്ല പരിപാടികളാണ്. ഈ ഭാഗത്തുള്ള സ്റ്റേജിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ പോണില്ല. അപ്പോൾ നമുക്ക് അത് മറ്റൊരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിൽ സ്റ്റേജും അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാം, കുറച്ചുകൂടെ രാത്രിയായിട്ട് വന്നിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല, ഒരുക്കങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ആ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇപ്പം നമുക്ക് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ജങ്കാർ പോകുന്ന കാണാം. പിന്നെ അവിടെ എപ്പോഴും ഇതിൽ സ്പീഡ് ബോട്ടുണ്ട്. പിന്നെ ഇപ്പോഴും ആകാശത്ത് ചില അഭ്യാസങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കണ്ടോ,
ഇനിയിപ്പോൾ ഇവിടെയൊക്കെ രാത്രിയാകുമ്പോൾ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വരും, ഭംഗിയാണ്. അപ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം എന്ന് കരുതുന്നു.